നമസ്കാരം. പലപ്പോഴും വിസ നിയമങ്ങളിൽ വരുന്ന മാറ്റം പ്രവാസികളെ വല്ലാതെ വലയ്ക്കാറുണ്ട്. വിസ വൈകുന്നതും അത് താൽക്കാലികമായി നിർത്തിവെക്കുന്നതുമെല്ലാം പ്രവാസികളെ സംബന്ധിച്ച് പല ആശങ്കകളും സൃഷ്ടിക്കാറുണ്ട്. വിസയുമായി ബന്ധപ്പെട്ട് സൗദിയിൽ നിന്ന് വന്ന വാർത്ത പ്രവാസികൾക്കേറെ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദി അറേബ്യ വിസയ്ക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബിസിനസ് വിസകളും ഫാമിലി വിസകളും ഉംറ വിസകൾ എന്നിവയ്ക്കൊക്കെയാണ് താൽക്കാലിക നിരോധനം സൗദി അറേബ്യ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, ഇറാഖ്, നൈജീരിയ, ജോർദാൻ, അൾജീരിയ, സുഡാൻ, എത്യോപ്യ, ടുണീഷ്യ, യമൻ എന്നിവയാണ് ആ 14 രാജ്യങ്ങൾ. ഏപ്രിൽ 13 വരെ മാത്രമേ വിദേശികൾക്ക് ഉംറ വിസയിൽ സൗദിയിൽ എത്താൻ സാധിക്കൂ അധികൃതർ പറയുന്നത്. ഇതിനുശേഷം ഉംറ വിസകൾ നൽകില്ല. 2024 ഹജ്ജ് വേളയിൽ സൗദി അറേബ്യയിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരിൽ ഭൂരിഭാഗവും അനധികൃത തീർത്ഥാടകരായിരുന്നു. രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകൾ ഹജ്ജിന് പോകുന്നത് തടയുക എന്നതാണ് വിസ നിരോധനത്തിന്റെ പ്രധാന ലക്ഷ്യമായി പറയുന്നത്. താൽക്കാലിക വിസ നിരോധന തീരുമാനത്തിന് പിന്നിൽ മറ്റു നിരവധി കാരണങ്ങൾ ഉണ്ടെന്നും സൂചനകളിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, രജിസ്ട്രേഷൻ ഇല്ലാതെ ആളുകൾ ഹജ്ജിൽ പങ്കെടുക്കാൻ എത്തുന്നത് തടയുന്നതിനാണ് സൗദി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ്. ജൂൺ പകുതി വരെ, അതായത് ഈ വർഷത്തെ ഹജ്ജ് പൂർത്തിയാകുന്നതുവരെ വിസ നിരോധനം തുടരും. ബിസിനസ്, കുടുംബ വിസകൾ ഉപയോഗിക്കുന്ന യാത്രക്കാർ അനധികൃതമായി ജോലിയിൽ ഏർപ്പെടുകയും വിസ നിയമങ്ങൾ ലംഘിക്കുകയും തൊഴിൽ വിപണിയിൽ നിരവധി തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു തടയിടാനും പരിശോധന ശക്തമാക്കാനുമാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് സൗദി അറേബ്യയിൽ സന്ദർശക വിസയിൽ കഴിയുന്നവർ ഏപ്രിൽ 13-നകം രാജ്യം വിടണമെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം ശക്തമായത്. ഏപ്രിൽ 13-ന് മുമ്പ് സൗദിയിൽ നിന്നും മടങ്ങണമെന്നും അല്ലെങ്കിൽ 5 വർഷത്തെ യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്നുമുള്ള തരത്തിലായിരുന്നു പ്രചാരണം. തുടർന്ന് പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം അഥവാ ജവാസത്ത് വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവും സൗദി പുറപ്പെടുവിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ഔദ്യോഗിക മാർഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രം ശ്രദ്ധിക്കാൻ അധികൃതർ പറയുന്നുണ്ട്. നിയമത്തിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് വിശദമായി അറിയിക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, നിയമത്തിന്റെ കാര്യത്തിൽ സൗദി അറേബ്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല. ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷയാണ് സൗദിയിൽ നൽകുന്നത്. സൗദിയിൽ വെട്ടൊന്ന് മുറി 2 എന്നുള്ള രീതിയാണ്. നിയമത്തിന്റെ കാര്യം വരുമ്പോൾ സൗദി അറേബ്യ മാറ്റി ചിന്തിക്കാറില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.